വെറും 32-ാമത്തെ വയസ്സിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് പഠിക്കേണ്ടത് പഠിച്ചു, എതിർക്കേണ്ടതിനെ എതിർത്തും ഒരു സിദ്ധാന്തദുർഗം ഉയർത്തി ജീവിതം ഒരു നിമിഷം വിടാതെ ജീവിച്ചു തീർത്ത ശങ്കരൻ ജീവിത നിഷേധിയാണെന്ന് സ്വന്തം ജീവിതമില്ലാത്തവരെ ആക്ഷേപിക്കുകയുള്ളൂ. നാമാകട്ടെ 60 വരെ ഉദ്യോഗത്തിലിരുന്ന് ജനദ്രോഹം ചെയ്ത് 60-ന് ശേഷം ഒരു മഹാക്ഷേത്രത്തിലെ പ്രതിമാസ ഭജനക്കാരനായി നോമ്പുനോറ്റ് ജനദ്രോഹ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈശ്വരഭക്തി ഉപയോഗിക്കാമോ എന്ന് പരിശോധിച്ചു കഴിയുന്നു. ഇതാണ് നമ്മുടെ ഔദ്യോഗിക മതം, നമ്മുടെ ഭരണകർത്താക്കളെല്ലാം നടപ്പിലാക്കുന്ന മതം. നമ്മുടെ കുട്ടികൾ ഈ മതത്തിൻ്റെ പിറകെ ആർത്തിയോടെ പായുന്നു. ഋഷിമാരുടെയും ആചാര്യന്മാരുടെയും മതം നമുക്ക് അത്യന്തം മന്യമായി തീരുന്നു. പ്രകാശത്തെ അന്ധകാരം വിഴുങ്ങുന്നു. പാപഗ്രഹങ്ങൾ നാടിനെ ഗ്രഹിച്ചിരിക്കുന്നു. ഈ പാപഗ്രഹണത്തിൽ നിന്ന് മോചനമില്ലെന്നും പോലും ഭയം തോന്നുന്നു. ഉദയസൂര്യനെയല്ലാതെ മധ്യാഹ്ന സൂര്യനെ നാം ഉണ്ടാക്കുന്നില്ല. അതായത് നമുക്ക് അപൂർണത പൂർത്തിയാക്കാനുള്ള വ്യക്തിഗതമോ ദേശീയമോ ആയ ഇച്ഛാശക്തി കുറവാണ്. സ്വല്പം ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ നമുക്കാവുന്നില്ല. സത്യം ഏകമാണ് എന്നും എല്ലാം ഒന്നിൻ്റെ രൂപഭേദങ്ങളാണ് എന്നും മതങ്ങൾ സത്യത്തിൻ്റെ ഭാവഭേദങ്ങളാണെന്നും സ്വയം സാക്ഷാത്കരിച്ച് ലോകത്തെ ഉപദേശിക്കുന്ന രാജ്യത്തിൽ ഇന്ന് മതം മനുഷ്യൻ്റെ കലഹത്തിനും ഭിന്നതയ്ക്കും പ്രേരണയായി എങ്ങനെയോ മാറിയിരിക്കുന്നു. അശോകൻ തൊട്ട് അക്ബർ വരെ ഭരണകർത്താക്കളെ പ്രചോദിപ്പിച്ച സമവായ ദർശനം ഇന്ന് ഭരണകർത്താക്കൾ അട്ടത്തി കെട്ടിവെച്ചിരിക്കുന്നു. കലിംഗ യുദ്ധത്തിന് മുമ്പ് അശോകൻ മനുഷ്യനെ ചൂടുവെള്ളത്തിലിട്ട് കൊല്ലാൻ കഴിഞ്ഞ ക്രൂരതയുടെ ഉടമയായിരുന്നു. അക്ബറും അങ്ങനെ. പക്ഷേ പിന്നീട് രണ്ടുപേരും കൃപാലുകളായി തീർന്നു.